എരിവും പുളിയും ഉപ്പും മധുരമുള്ള ഒരു മിക്സർ ഉണ്ടാക്കാം. അതിനായിട്ടിവിടെ ഒരു 1/2 കിലോയിൽ കൂടുതൽ അവലെടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്ത അവലാണേ. അതിനകത്ത് അഴുക്കോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് പിറക്കി കളയണം. ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. അതെല്ലാം നമുക്ക് ഇതുണ്ട്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വരും. അതെല്ലാം പിറക്കി കളയാമേ. എന്നിട്ട് നമുക്ക് അതവിടെ ഇരിക്കട്ടെ. പിന്നെ വേറെയും കുറച്ച് സാധനമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കൊപ്ര, ബദാം, കരിയാപ്പില, മുന്തിരിങ്ങ, കപ്പലണ്ടി, മുളക് പൊടി, മഞ്ഞൾ, മാങ്ങാപ്പൊടി, പെരുംജീരകം, പഞ്ചസാര, കുരുമുളക്, ഉപ്പ്. ഇതെല്ലാം നമുക്ക് വറക്കാനുള്ളതാണേ. ഈ സാധനം അത്രയും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇത്ര സാധനം അതിന് വേണ്ടിയത്. ആദ്യം നമുക്ക് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവലിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. പൊടിയൊക്കെ കാണുമേ, അത് പോകാനായിട്ട് അരിച്ചു മാറ്റിയെടുക്കാം. എല്ലാം ഇതുപോലെ അരിച്ചെടുക്കാമേ. ഇതെല്ലാം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് പാത്രം ചൂടായി അതിനകത്തോട്ട് വേണ്ടത് പെരിഞ്ജീരകവും കുരുമുളകും ഉപ്പും പഞ്ചസാരയും കൂടെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാവേ. പിന്നെ പാത്രത്തിനകത്തോട്ട് ആദ്യമേ എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മളാ എടുത്ത് വെച്ച കപ്പലണ്ടി, പച്ച കപ്പലണ്ടിയാണ് ഇത്. അതൊന്ന് വറക്കാം. ഇതിൻ്റെ പുറത്തെ തൊലി പോകുമ്പോഴാണ് പരുവം. അന്നേരം നമുക്കതിങ്ങ് എടുത്തു മാറ്റാം. അതിങ്ങ് കോരി മാറ്റി വെക്കാമേ. അത് കഴിഞ്ഞിട്ട് തുടച്ചെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അവല്, വൃത്തിയാക്കി അരിച്ചു വെച്ച അവല്, അതിനകത്ത് എണ്ണ ഒഴിക്കണ്ട. അത് നമുക്ക് ഇങ്ങനെ 2 തവി ഉപയോഗിച്ച് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, അവല് പച്ചയാ, ഒടിയുന്നില്ല. ഇപ്പം കണ്ടോ അവല് ആയി. അവല് കയ്യിലെടുത്തൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ 2ആയിട്ട് മുറിയണം. അതാണേ പരുവം. അത് ഇങ്ങ് മാറ്റിയെടുക്കാം. പാത്രത്തിനെ ഒന്നുകൂടെ നമുക്ക് തുടച്ചെടുത്തിട്ട് 2 ടേബിൾ സ്പൂണ് എണ്ണയൊഴിച്ചു. ഇനി നമുക്ക് ഈ സാധനങ്ങൾ ഓരോന്നും വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ബദാം ഇടാം. ബദാം ഇട്ട് പിന്നെ കരിയാപ്പിലയും കൂടി ഇട്ടു. തേങ്ങാക്കൊത്തിടാം. നമുക്ക് ഇതിട്ട് കൊടുക്കാം. മുന്തിരിങ്ങ വറുത്ത് വെച്ചില്ലായിരുന്നു. അത് ഇതിന് ഇച്ചിരി മൂപ്പുണ്ടാകും. അത് ആദ്യം വറുത്തത് അതിവിടെ ഇങ്ങോട്ടിടാം. മുളക് പൊടി, മാങ്ങാപ്പൊടി, മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചില്ലായിരുന്നോ അവല്, അതിടാം. ഇനി നമുക്ക് ഈ മുളക് പൊടി, ഈ മാങ്ങാപ്പൊടിയും കൂടെ അങ്ങോട്ടിടാം. പെരുംജീരകം, കുരുമുളക്, ഉപ്പ്, പഞ്ചസാര നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ.
ഇതാണ്ട് തന്നെയും ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഇനി ഒരു നുള്ള കായപ്പൊടി ഇടാമേ. ഒത്തിരി ഇടല്ല, ഒരു നുള്ള. ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ചായയുടെ കൂടെ കഴിക്കാമേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.